രാക്ഷസ വീട്. ചാറ്റൽ മഴയുള്ള ഒരു രാത്രി, കാടിനോട് ചേർന്നുള്ള ഒരു സ്ഥലം. അയ്യോ, അമ്മോ, എൻ്റെ നടു. ഹൗ, എന്തോന്ന് ഡ്രൈവിംഗ് ആടാ ഇത്. സോറി, കുന്തത്തിന് എന്തോ പന്തികേട്. ശരിയാക്കാൻ പറ്റുമായിരിക്കും, നോക്കട്ടെ. അയ്യോ, രക്ഷയില്ല, വർക്ക്ഷോപ്പിൽ കയറ്റണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നേരം ഇരുട്ടി. ഇവിടെ എവിടെയെങ്കിലും തങ്ങാം. ഇതു കാടാ, ടൗണല്ല റൂം എടുത്ത് താമസിക്കാൻ. അപ്പൂപ്പ, ദേ ഇവിടെ ഒരു ബോർഡ്. വായിക്കാൻ പറ്റുന്നില്ല, ഇരുട്ടാ. അതിനു വഴിയുണ്ട്. ദേ ലൈറ്റ്, വായിച്ചോ. ഫൂ, രാക്ഷസ വീട്. രാക്ഷസ വീടോ? അതെന്തു വീട്? ഫൂ, ഓ, പണ്ടു രാക്ഷസന്മാർ താമസിച്ച വീടായിരിക്കും. അയ്യോ, രാക്ഷസന്മാരോ? നീ വാടാ, പേടിക്കാതെ. പണ്ടാ, ഇപ്പോഴല്ല. നിൽക്കണേ, അങ്ങോട്ട് പോകല്ലേ, അവിടെ ആരുമില്ല. നീ അതാരാ? വലിയ വീടായിരുന്നു, എല്ലാം പൊളിഞ്ഞു. ഇപ്പൊ ഒറ്റ മുറിയേ ഉള്ളൂ. പക്ഷേ ആരും അങ്ങോട്ട് പോകാറില്ല. ഹഹ, അതെന്താ, അവിടെ പ്രേതമുണ്ടോ? ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ഇവനെ ചാത്തനാ, ചാത്തൻ. തീ ഊതി കാണിക്കടാ ലുട്ടാപ്പി. ഫൂ, ഹഹ, അയാൾ ഓടി. അങ്ങേര് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വേറെ സ്ഥലം നോക്കണോ? ഇങ്ങു വാടാ. ഈ മന്ത്രവാദി കുട്ടൂസനുള്ളപ്പോഴാ അവന്റെ ഒരു പ്രേതപ്പേടി. ഒരെന്നാലുമില്ല. നമ്മൾ ഇന്നിവിടെ തങ്ങുന്നു. വാ. എന്താ ഒരു ശബ്ദം? അയാള് പേടിച്ച് വീണതാവും. നീ കേറ്. എന്നാൽ അവർ അകത്തു കയറിയതും വാതിൽ തനിയെ അടഞ്ഞു. ആ വീട് പതുക്കെ ഒന്ന് ഇളകിയതുപോലെ. അയ്യോ, ഇയാൾ കാടിനടുത്ത് എന്തോ കണ്ട് തല ചുറ്റി വീണു. തല ചുറ്റുന്നവരെ കൊണ്ടുവരാനുള്ള സ്ഥലമാണോ കൊട്ടാരം? കൊണ്ടുപോടോ. പക്ഷേ ഇത് ഗുരുതരമായ എന്തോ പ്രശ്നമാ പ്രഭോ. ശാസ്ത്രമനുസരിച്ച് പലതരം ഗുരുക്കന്മാരെ പറ്റി പറയുന്നതാണ് ഗുരുതരം. ഇനി താൻ മിണ്ടിയ താൻ രാജഗുരു ആണെന്നൊന്നും നോക്കില്ല. ദാ ഇയാൾക്ക് ബോധം വന്നു. ആരവിടെ? അയാളോട് കാര്യം ചോദിക്കൂ. ആരവിടെ? അല്ല, താനവിടെ എന്താ കണ്ട പേടിച്ചത്? അത് രാക്ഷസ വീട് 2 പേരെ വിഴുങ്ങുന്നത് കണ്ടു. അയ്യോ, മനുഷ്യരെ വീട് വിഴുങ്ങുമോ? ഹേയ്, നുണ. ഒരാളെ മനുഷ്യനുള്ളൂ, മറ്റേത് ചാത്തനാ. ചാത്തനോ? ഹഹ, താൻ ഈ കഥ ബാലരമയിലേക്ക് അയക്ക്. അടിയൻ പറഞ്ഞതു സത്യമാണേ. ഓഹോ, എങ്കിൽ ഭടന്മാർ പോയി കാര്യം വിശദമായി അന്വേഷിക്കൂ. വിശദമായി അന്വേഷിക്കാൻ ഭടന്മാർ പുറപ്പെട്ടു. ദാ അതിനപ്പുറത്താ രാക്ഷസ വീട്. ദാ അവിടെ. പക്ഷേ അവിടെ ആ വീട് കാണാനില്ലായിരുന്നു. വീടെവിടെ? ഇയാള് തട്ടിപ്പാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പൊക്കിക്കോ, ഇവനെ കൊട്ടാരത്തിൽ ഹാജരാക്കാം. എന്നെ ഹാജരാജാവാക്കല്ലേ. അയ്യോ, ഹാജരാജാവോ? അതേതു രാജാവ്? ഹഹ, നുണ പറഞ്ഞതിന് തന്നെ ജയിലിലിടും. അയ്യോ, ഹഹ, ജയിലിലിടുമെന്ന് കേട്ടപ്പോ പേടിച്ച് കരയുന്നു. അതു കേട്ടിട്ടല്ല, പിന്നെ ദാ അതു കണ്ടിട്ടാ. ഏത്? അയ്യോ, ഇതാണ് ആ വീട്. അതു ശരി, ഈ കൊച്ചു വീട് കണ്ടാണോ താൻ പേടിച്ചത്? അകത്താരേലും ഉണ്ടോയെന്ന് ഞാൻ നോക്കി വരാം. വീടിന്റെ മുൻവശത്ത് നല്ല കാറ്റ്. ഈ കാറ്റത്ര ശരിയല്ലല്ലോ. അയ്യോ, ഞാൻ പറന്നു. ഭടൻ അകത്തേക്കു പറന്നു കയറി. വാതിൽ താനേ അടഞ്ഞു.